ഏപ്രിൽ 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. രണ്ടാം ഘട്ടമാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16-ന് അവസാനിക്കും. അതിനു മുൻപ് പുതിയ സർക്കാർ ചുമതലയേൽക്കണം. രാജ്യത്ത് ആകെ 96.8 കോടി വോട്ടർമാരാണുള്ളത്. 49.7 കോടി പുരുഷന്മാരും 48.1 കോടി സ്ത്രീകളും 1.82 കോടി കന്നി വോട്ടർമാരുമാണ്. യുവ വോട്ടർമാരുടെ എണ്ണം 19.74 കോടിയാണ്. 48,000 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടുന്നു. പോളിംഗ് ബൂത്തുകളുടെ എണ്ണം 10.5 ലക്ഷമാണ്. 55 ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും. 85 കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താം. അതിനായി വോട്ട് ഫ്രം ഹോം സൗകര്യം ഏർപ്പെടുത്തും. സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ KYC ആപ്പിലൂടെ അറിയാൻ കഴിയും. പഴുതടച്ച സുരക്ഷയാകും ഏർപ്പെടുത്തുകയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. വോട്ടർമാരെ സ്വാധീനിക്കാൻ ഒരു തരത്തിലും പണം ഉപയോഗിക്കുവാൻ അനുവദിക്കില്ല. ഓൺലൈൻ പണമിടപാടുകൾ നിരീക്ഷിക്കും. വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടി വരും. സാമൂഹിക മാധ്യമങ്ങൾ നിരീക്ഷിക്കും. വിദ്വേഷ പ്രസംഗം അനുവദിക്കില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരുപയോഗിച്ച് വോട്ട് പിടിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. പ്രചാരണത്തിനായി കുട്ടികളെ ഉപയോഗിക്കരുത്. താരപ്രചാരകർ പരിധി വിടരുതെന്നും അദ്ദേഹം പറഞ്ഞു. ചട്ടങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കും. ശിക്ഷ താക്കീതിൽ ഒതുങ്ങില്ല.